ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 70-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 651-ാമത്തെ നാമം മുതൽ 660 വരെയുള്ള നാമങ്ങളെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത്. കാമദേവ കാമപാല കാമി കാന്തകൃതാഗമഃ അനിർദേശ വപുർവിഷ്ണുർവീരോ നന്ദോ ധനഞ്ജയഃ. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ കാമദേവ, കാമപാല, കാമി, കാന്ത, കൃതാഗമ, അനിർദേശ വപു, വിഷ്ണു, വീര, അനന്ത, ധനഞ്ജയ എന്നിങ്ങനെ 10 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് കാമദേവ. ദേവ എന്നാൽ ഭഗവാൻ എന്നർത്ഥം. കാമ എന്നാൽ ഏവരും സ്നേഹിക്കപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ കാമദേവ എന്നാൽ ഏതൊരു സൃഷ്ടിയുടെയും സ്നേഹത്തിന് പാത്രമാകുന്ന ഈശ്വരനാണ് സാക്ഷാൽ മഹാവിഷ്ണു. അതിനാലാണ് ഭഗവാൻ കാമദേവ എന്ന നാമധേയം. അത് മാത്രവുമല്ല, ഏതൊരു ഭക്തനാണോ ഭഗവാന്റെ ആ ഒരു തേജസ്സിൽ ആകൃഷ്ടരായി ആ ഭഗവാന്റെ ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത്, അതുപോലെ അവർക്ക് ഏറ്റവും ഭഗവാനിൽ ആകർഷണമായ ആ ഒരു സ്നേഹത്തെയും മനസ്സിലാക്കുന്നു. അങ്ങനെ ഭഗവാനിൽ ആരൊക്കെയാണ് പൂർണ്ണ മനസ്സോടുകൂടി ആ ഒരു പാദങ്ങളിൽ തൻ്റെ എല്ലാവിധ സമർപ്പണവും ചെയ്യുന്നത്, അവർക്കെപ്പോഴും ഭഗവാന്റെ ഒരു സ്നേഹം നിലനിൽക്കുക തന്നെ ചെയ്യും. അത് മാത്രവുമല്ല, ഭഗവാന്റെ ആ 4 പുരുഷാർത്ഥങ്ങളും അവർക്ക് ലഭിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഭഗവാന്റെ ഒരു നാമമായി വരുന്ന പ്രത്യുജ്ഞനാണ് കാമ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ആ ഒരു അവതാരമായി ഭഗവാൻ ജ്വലിക്കുന്നത്. അതിനാൽ ഭഗവാന് കാമദേവ എന്ന നാമധേയം. അടുത്ത നാമധേയം കാമപാല എന്നാണ്. കാമം എന്നാൽ ആ ഒരു സ്നേഹത്തെ കുറിക്കുന്നു. പാല എന്നാൽ ആ ഒരു സ്നേഹത്താൽ ഏതൊരു ഭക്തനാണോ അവരവരുടെ ലക്ഷ്യങ്ങൾ അടയുവാൻ വേണ്ടി ഇങ്ങനെ പോരാടുന്നത്, അവർക്ക് അതെല്ലാം സാധീകരിച്ചു കൊടുക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അങ്ങനെ ഏറ്റവും പൂർണ്ണ മനസ്സോടുകൂടി ഏതൊരു ഭക്തനാണോ സ്നേഹത്തോടും കൂടി പരിശ്രമിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടി ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ കുടിയിരിക്കുകയും അവരുടെ ലക്ഷ്യങ്ങളെ സാധിക്കുവാൻ വേണ്ടി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പല രൂപങ്ങളിൽ നമ്മൾ കാണുന്നത്. അതായത് ബലരാമൻ എന്ന രൂപത്തിൽ ആ ഒരു ഹലായുധൻ എന്ന നാമത്തിലൂടെ ആ ഒരു കർഷകർക്ക് വേണ്ടിയുള്ള ആ ഒരു അനുഗ്രഹത്തെ കൊടുക്കുകയും, അതുപോലെ തന്നെ പാല എന്നാൽ സംരക്ഷിക്കുക എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ ഏതൊരു ഭക്തനാണോ ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ സമർപ്പിക്കുന്നത്, അവരെ ഭഗവാൻ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവാന് കാമപാല എന്ന നാമധേയം. അടുത്ത നാമധേയം കാമി എന്നാണ്. അതായത് ഭക്തന്മാരുടെ ഏതൊരു കാമത്തെയും, അതായത് അവരുടെ ഏതൊരു ആഗ്രഹത്തെയും പൂർണ്ണമായി സാധീകരിച്ചു കൊടുക്കുന്ന ആ ഭഗവാൻ എന്ന ശക്തിക്ക് കാമി എന്ന നാമധേയം. അതായത് ആ ഒരു സ്നേഹത്തോടു കൂടി നമ്മൾ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായും നിസ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കണം. ലോകത്തിന് പ്രയോജനമായിട്ടുള്ള കാര്യമായിരിക്കണം. അപ്പോൾ ഭഗവാൻ തൻ്റെ ആ സ്വന്തമായ ആ ഒരു ശക്തി കൊണ്ട് ആ ഒരു കാര്യ നിർവഹണത്തിന് വേണ്ടിയുള്ള ആ ഒരു പാത ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഭഗവാൻ ഏതൊരു അവസ്ഥയിലും ഒരു ഭക്തന്റെ ധർമ്മപാതയിലൂടെ ഏകാമയാത എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതായത് ഏകമായിട്ട് ഒരു കാര്യത്തെ വളരെയേറെ സ്നേഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഭഗവാൻ അത് സാധീകരിച്ചു കൊടുക്കുന്നു. അതിനാൽ ഭഗവാന് കാമി എന്ന നാമധേയം. അടുത്ത നാമധേയം കാന്ത എന്നാണ്. കാന്ത എന്നാൽ ഭഗവാന്റെ രൂപം ഏവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ്. അതായത് ഭഗവാൻ ഏറ്റവും ദൈവികമായ മനോഹാരിതയ്ക്ക് ഉടമയാണ്. അത് ഭംഗിയായിട്ടുള്ള ഓരോ അംഗങ്ങളോട് കൂടിയ ആ ഭഗവാനെ
എത്ര തന്ന കണ്ടാലും നമ്മൾക്ക് ഒരിക്കലും മതി വരില്ല. ആ ഒരു തേജസ്, ആ ഒരു സൗന്ദര്യം, അത് എന്നും ആ ഒരു ഭക്തന്റെ മനസ്സിൽ കൂടിയിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്നാൽ സ്രഷ്ടാവ് എന്നർത്ഥം. ഭഗവാന്റെ ഒരു അംശമായ ബ്രഹ്മദേവനാണ് ആ സൃഷ്ടികർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു സ്ഥാനത്തെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാന്ത എന്നാൽ ഭഗവാൻ എങ്ങനെയാണോ സൃഷ്ടിച്ചതിനൊക്കെ ഒരു യുഗാവസാനത്തിൽ നശിപ്പിച്ചുകൊണ്ട് തന്നിൽ ലയിപ്പിക്കുന്നത്, അതിനാൽ ഭഗവാൻ കാന്ത എന്ന നാമധേയമാണ്. അടുത്ത നാമധേയം കൃതാഗമ എന്നാണ്. ആഗമ എന്നാൽ വേദപുരാണങ്ങളെ കുറിക്കുന്നു. കൃത എന്നാൽ അതിനുള്ള സൃഷ്ടിയെ കുറിക്കുന്നു. അപ്പോൾ ഈ ആഗമത്തിൽ വരുന്നതാണ് ശ്രുതി, സ്മൃതി, വേദ, ഉപനിഷത്ത്, എല്ലാ വിധത്തിലുള്ള ആ ഒരു ധർമ്മത്തിന് ഉതകുന്ന കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ ഭഗവാൻ ഏതൊരു സമയം ആ യുഗാവസാനത്തിൽ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്ന സമയമായാലും ആ ഒരു പല യുഗങ്ങളെ ഭഗവാൻ സൃഷ്ടിക്കുന്നു. അതിൽ ഒരു യുഗമാണ് കൃതായുഗം. ആ യുഗത്തിന് ഭഗവാൻ എങ്ങനെയാണോ ആ ഒരു പ്രപഞ്ചത്തിന് സാധീകരിച്ചു കൊണ്ട് ആ സൃഷ്ടിയെ നടത്തുന്നത്, അതിനാൽ ഭഗവാന് കൃതാഗമ എന്ന നാമധേയം. അടുത്ത നാമധേയം അനിർദ്ദേശ്യ വപു എന്നർത്ഥം. വപു എന്നാൽ ശരീരം എന്നർത്ഥം. അനിർദ്ദേശ്യ എന്നാൽ ഒരിക്കലും നശിപ്പിക്കുവാൻ സാധ്യമല്ലാത്തത് എന്നർത്ഥം. അപ്പോൾ അനിർദ്ദേശ്യ വപു എന്നാൽ ഈ പ്രപഞ്ചത്തിൽ എന്നും നിലനിൽക്കുന്നത് എന്നർത്ഥം. അത് തന്നെയാണ് ഭഗവാന്റെ ആ 3 ഗുണങ്ങൾക്കും അധിപതിയാണ്. ആ ഗുണങ്ങൾ തന്നെ നമ്മുടെ ശരീരം, മനസ്സ്, ജ്ഞാനം എന്നീ എല്ലാ വിധത്തിനെ ഭഗവാൻ അങ്ങനെ നിയന്ത്രിക്കുന്നു. എന്നിട്ടാണ് ഭഗവാൻ നമുക്ക് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കി തരുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും, അതിലൂടെ നമുക്കുള്ള ധർമ്മത്തിന്റെ പാതയും. അതിനാൽ ഭഗവാൻ അനിർദ്ദേശ്യ വപു എന്ന നാമധേയം. അടുത്ത നാമധേയം വിഷ്ണു എന്നാണ്. വിഷ്ണു എന്നാൽ പ്രപഞ്ചത്തിൽ എവിടെയും പരന്നു നിന്നുകൊണ്ട് എല്ലാവിധ വിശ്വത്തിലെ കാര്യങ്ങളും അറിയുന്ന ആ രൂപത്തോടു കൂടിയ ആ ഭഗവാന് വിഷ്ണു എന്ന നാമധേയം. അതായത് ഭഗവാൻ ഏത് പ്രപഞ്ചത്തിൽ ഏത് മുക്കിലും മൂലയിലും എന്ത് നടക്കുന്നുവോ അതെല്ലാം തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും തൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കുകയും അത് നടപ്പാക്കുവാൻ വേണ്ടി ധർമ്മം കാര്യം നിലനിർത്തുവാൻ വേണ്ടി തൻ്റെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുകയും തൻ്റെ കാലുകൾ കൊണ്ട് മറ്റുള്ള അധർമ്മികളെ നശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് വിഷ്ണു എന്ന നാമധേയം. അടുത്ത നാമധേയം വീര എന്നാണ്. വീര എന്നാൽ എപ്പോഴും ജയിച്ചു നിൽക്കുന്ന ശക്തിയെ വീര എന്ന് പറയുന്നു. അതായത് മറ്റുള്ള ശത്രുക്കളെ കണ്ട് ഏതൊരു ശക്തിയാണോ പതറാതെ നിൽക്കുന്നത് അവരെ വീര എന്ന് പറയുന്നു. വി എന്നാൽ വേറൊരർത്ഥം സൃഷ്ടി എന്നർത്ഥം. അത് മാത്രമല്ല സൃഷ്ടി, സ്ഥിതി, അതിലുള്ള പ്രവർത്തനം, അതിനുശേഷമുള്ള വിനാശനത്തിനും കാരണമാകുന്ന സാക്ഷാൽ ഭഗവാന് വീര എന്ന നാമധേയം. അടുത്ത നാമധേയം അനന്ത എന്നാണ്. അനന്ത എന്നാൽ ഒരിക്കലും ഒരു അവസാനമില്ലാത്തതിനെ കുറിക്കുന്നു. അതായത് ഒരിക്കലും ആ ഒരു ശക്തി ഇല്ലാതാകുന്നില്ല. അത് സമയമായിക്കോട്ടെ, ആ ഒരു ഇടമായിക്കോട്ടെ, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വസ്തുക്കളിലായിക്കോട്ടെ, ഏതൊരു കാര്യത്തിനും ആ ഭഗവാൻ എന്ന ശക്തിയെ ഒരിക്കലും നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. അത് ഒരിക്കലും ആ സത്യം എങ്ങനെയാണോ യുഗയുഗങ്ങളായി നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഭഗവാനും ഒരു കാര്യത്താലും നിർത്താൻ സാധിക്കാതെ അത് മാറ്റങ്ങളില്ലാതെ നാശമില്ലാതെ അങ്ങനെ നിലനിൽക്കുന്നു. നാരായണൻ അതുപോലെ ഒരു ശക്തിയാണ്. അതിനാൽ ഭഗവാന് അനന്ത എന്ന നാമധേയം. അടുത്ത നാമധേയം, അതായത് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് ധനഞ്ജയ എന്ന്. അതായത് ഭഗവാൻ വളരെ പ്രൗഢിയോടുകൂടി ഓരോ സമ്പൽ സമൃദ്ധിയായി നമ്മുടെ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു. അങ്ങനെയാണ് ഭഗവാൻ ഈ അർജുനന്റെ ആ ഒരു രൂപത്തിൽ
എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണനും പറയുന്നത്. ഞാൻ ധനഞ്ജയനാണ്. എല്ലാ പാണ്ഡുപുത്രന്മാരിൽ, അതായത് അർജുനന്റെ വേറൊരു നാമമാണ് ധനഞ്ജയ എന്ന്. അതിനാൽ ഭഗവാന്റെ ഏതൊരു അവതാരം എടുത്താലും അത് പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതായിരിക്കും. അതിനാൽ ഭഗവാന് ധനഞ്ജയ എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ കാമദേവ, കാമപാല, കാമി, കാന്ത, കൃതാഗമ, അനിർദ്ദേശ്യ വപു, വിഷ്ണു, വീര, അനന്ത, ധനഞ്ജയ എന്നിങ്ങനെ 10 നാമങ്ങളാണ്. കാമദേവ, കാമപാല, കാമി, കാന്ത, കൃതാഗമക, അനിർദ്ദേശ്യ വപു, വിഷ്ണു, വീരോ, നന്ദോ, ധനഞ്ജയക. ശ്രീഹരേ നമഃ. ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.